ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു മാസം. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം, ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ 10-ാം ഇടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ മാസം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നോക്കുമ്പോൾ അത് രാശ്യാധിപനായിരിക്കുന്ന ആദിത്യൻ അവിടെ തൊഴിൽ സ്ഥാനത്ത് ആദ്യത്തെ 15 ദിവസം, ജൂൺ മാസം ആദ്യത്തെ 15 ദിവസം തൊഴിൽ സ്ഥാനത്ത് വ്യാഴത്തിനോട് യോഗം ചെയ്തൊക്കെ നിൽക്കുന്ന ഈ സന്ദർഭം വളരെ നല്ലതാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക്, അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനും, പുതിയ ഒരു ചാർജ് എടുക്കുന്നതിനും, അത് ഒരു ജോലിയും ഇല്ലാത്തവർക്ക് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കും. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലികളായാലും പ്രൈവറ്റ് ജോലികളായാലും പുതിയതായിട്ട് ഒരു സംരംഭം ആരംഭിക്കുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനും പുതിയ അധിക ചുമതല വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് സാമ്പത്തിക കാര്യങ്ങൾ. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഈ ആദിത്യൻ്റെ 15 ദിവസം കഴിഞ്ഞുള്ള സ്ഥിതി കൊണ്ട് ഉത്തമമാണ്. ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സ്ഥിതി അപ്രകാരമാണ് കാണിക്കുന്നത്. അതായത് സർവ്വ അഭീഷ്ടവും സാധിക്കേണ്ട ഭാവത്തിൽ ഈ ശുക്രനും ബുധനും ആദിത്യനും സ്ഥിതി ചെയ്യും. വളരെ നല്ല സന്ദർഭങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമാണ് സപ്തമഭാവത്തിൽ നിൽക്കുന്ന ശനി. അത് കണ്ടക ശനിയാണ്. എന്നിരുന്നാലും സപ്തമഭാവത്തിലെ ചിങ്ങം രാശിക്കാരുടെ ശനി അധിക ദോഷം ചെയ്യാറില്ല. ചില കാര്യങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകാം. എങ്കിലും പരമാവധി ചില ഗുണങ്ങൾ വന്നു ചേരും. അതായത് ശശമഹായോഗം ഗോചരാൽ ഉള്ള ഒരു സന്ദർഭമാണ് ഈ ചിങ്ങം രാശിക്കാർ. ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ അത് ഭാഗ്യത്തെ കൊണ്ടെത്തരും. അതായത് ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതായത് ശനിയാഴ്ച അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്താൽ വളരെ നല്ലതാണ്. ചില കാര്യങ്ങൾക്ക് ചില അലസത മൂലം ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും ഒക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് കഫസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഭക്ഷണവും വെള്ളവുമൊക്കെ വളരെ ശുദ്ധമായ ആഹാരങ്ങളൊക്കെ കഴിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവർ ഒരു ജാഗ്രത ആവശ്യമാണ്. ഈ ജൂൺ മാസത്തിൽ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് സൂചനയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു മാസമാണ്. അതായത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും വാഹനകാരകനായ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും ഇഷ്ടഭാവ സ്ഥിതി കൊണ്ടും വളരെ നല്ല ഫലങ്ങൾ വാഹന മൂലം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുകയും, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഒരു തൊഴിലിനായിട്ട് ദീർഘകാലമായിട്ടൊക്കെ നോക്കുന്നവർക്ക് നല്ല ഒരു കമ്പനിയിൽ, അനവധി കമ്പനികളിലേക്ക് ഇപ്പോൾ ഡ്രൈവർമാരെയൊക്കെ ആവശ്യമുണ്ട്, മെക്കാനിക്കുകളെ ആവശ്യമുണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനും സാമ്പത്തിക മേന്മ ഉണ്ടാകുന്നതിനുമൊക്കെ യോഗമുണ്ട്. അത് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര മുഖാന്തരമോ ഒക്കെ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ഒരു കമ്പനിയിലൊക്കെ അപേക്ഷ അയച്ച് ഒരു ജോലി കിട്ടുന്നതിന് ഈ ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വാഹന സംബന്ധമായിട്ട് മാത്രമല്ല, ഗൃഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനികൾ, സെക്യൂരിറ്റി ഓഫീസേഴ്സ്, അതുപോലെ തന്നെ സൂപ്പർവൈസ്, അങ്ങനെ അനവധി തൊഴിലുകൾ കെട്ടിട നിർമ്മാണ ബന്ധവുമായി ബന്ധപ്പെട്ടും കൺസ്ട്രക്ഷൻ മേഖലകളിൽ
പാലം, അതായത് ഗവൺമെൻറ് നിർമ്മിക്കുന്ന പാലങ്ങളോ മറ്റ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ കരാർ അടിസ്ഥാനത്തിൽ ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ അത് വിജയപ്രദമാണ്. അത് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു കാലമാണ്. ഉൽപ്പാദിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അത് പ്രത്യേകിച്ച് കാർഷിക രംഗത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളായാലും മറ്റ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തികളും കമ്പനികളും സ്ഥാപനങ്ങൾക്കുമൊക്കെ വിജയങ്ങൾ വന്നു ചേരും. ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതിനും നല്ലതാണ്. അതുപോലെ കലാകാരന്മാരായിരിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് ജൂൺ മാസം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. അധ്യാപകർക്ക് നല്ല വിദ്യാർത്ഥികളെ ലഭിക്കുകയും നല്ല ഒരു അധ്യയനം ആരംഭം കുറിക്കുന്നതിനുമൊക്കെ ഈ ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഭാഗ്യവും ദൈവാധീനവുമുണ്ട്. അത് അധിക ദോഷകാരിയല്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അധികാരത്തിലിരിക്കുന്നവരായാലും അല്ലാത്തവരായാലും സഹപ്രവർത്തകരുമായിട്ടോ ഇടപാടുകാരുമൊക്കെ ആയിട്ട് സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ രഹസ്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ അവരവരുടെ കയ്യിൽ നിന്ന് പോകുന്ന വാക്കുകൾ മറ്റുള്ളവർ ആയുധമാക്കുകയോ വിജയത്തിന് ഒരു ചവിട്ടുപടിയാക്കുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ സംസാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക്, ഇടപെടുന്ന കാര്യങ്ങൾക്ക് ഒക്കെ വിജയം ഉണ്ടാകുവാനായിട്ട് അനിവാര്യമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ജാതകാൽ ഉള്ള കാര്യങ്ങൾ അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. അധിക ദോഷങ്ങളൊക്കെ ഉള്ളവർ അവരവരുടെ ജാതകം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം വെച്ചുകൊണ്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ വിവരങ്ങളൊക്കെ അനുസരിച്ച് ദശാനാഥൻ എവിടെയാണ്, അത് ദോഷകാരിയാണോ, അനുകൂലമാണോ, അതോ മറ്റേതെങ്കിലും ശത്രുത ഉണ്ടോ എന്നൊക്കെ നോക്കി പരിഹാരങ്ങളൊക്കെ അവരവരാൾ കഴിയാവുന്ന രീതിയിൽ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതാണ്. അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.